നമ്മളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാറുള്ളതാണ് ഇതുപോലെ കിണറിൻ്റെ ഉള്ളിൽ പുല്ലുകളും ചെടികളും അതേപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി മരങ്ങളൊക്കെ. അങ്ങനെ കുറേ ദിവസമായി ഉമ്മൊക്കെ വഴക്ക് പറയുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്യണം, ആരെങ്കിലും ഒന്ന് വിളിപ്പിച്ചൂടെ, അല്ലെങ്കിൽ ജെന്നൊന്ന് ക്ലീൻ ചെയ്താളെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്തായാലും രണ്ടു കൽപ്പിച്ചിട്ടൊന്നൊന്ന് ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങി. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഏതോ ഒരു ചെടീൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു കൂട് കണ്ടത്. കിളിക്കൂടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 3 ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതിൻ്റെ തള്ളകരായിക്കൂടെ ഇങ്ങനെ തള്ള നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ടെടുത്തിട്ട് ആ കൂടിനെ സേഫാക്കിയിട്ട്, മഴ കൊള്ളാൻ പാടില്ലല്ലോ, അങ്ങനെ സേഫാക്കിയിട്ട് അവിടെ തിരിച്ച് ഒരു കയറൊക്കെ കെട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ടെറസിൻ്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോഴാണ് അതിൻ്റെ തള്ളക്കിളിനെ കണ്ടത്. തള്ളക്കിളി അതിനുള്ള ഭക്ഷണം, കുട്ടികൾക്കുള്ള ഭക്ഷണം ഇട്ട് കിണറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും പോകാനുള്ള ശ്രമമാണ്. അങ്ങനെ അത് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങി തപ്പി നോക്കുകയാണ് അതിൻ്റെ മക്കളെ എവിടെ സംഭവം എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കരുതുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് കണ്ടുപിടിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് അത് കണ്ടുപിടിച്ചോളും, അങ്ങനെ അതിൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തോളും എന്ന് കരുതിയിട്ട് നമ്മൾ സേഫാക്കിയിട്ടൊരു സ്ഥലത്ത് മാറ്റി വെക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും ആദ്യം കുറച്ച് അപ്പുറത്തുള്ള ചെറിയൊരു മരത്തിൻ്റെ മേലൊക്കെ വെച്ച് നോക്കി. പക്ഷേ അവിടെ നിന്നൊക്കെ മഴത്തുള്ളി ഇങ്ങനെ കൊണ്ടുകണ്ട് ഈ കുട്ടികൾക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത ഉണ്ട്. നമുക്കൊരു ടെൻഷൻ തോന്നാം. അപ്പോൾ നമ്മൾ സേഫാക്കിയിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ്, ഇതൊരു മണ്ടത്തരമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മളൊരു ശ്രമമാണ്. ആ പാവങ്ങൾ ഒരു 3 ജീവനല്ലേ, തള്ളക്കിളി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വളരെ സേഫായിരിക്കും. ആ രീതിയിലുള്ള ഒരു കൂട് നമ്മൾ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് ചെയ്ത് കൊടുത്ത് കുട്ടികൾ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി തള്ളക്കിളി വരട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ആ കുട്ടികളും കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഈ കുട്ടികൾക്ക് സേഫായിട്ട് സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.